ഹലോ മക്കളെ, പ്ലസ് വൺ മാത്സിലെ സെക്കൻഡ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് 2024 ബോർഡ് എക്സാമിന് 7 മാർക്കിന് ചോദിച്ച ചാപ്റ്റർ. വളരെ സുഖമായിട്ട് എല്ലാവർക്കും 7 മാർക്ക് നേടാൻ വേണ്ടി സാധിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. നിങ്ങളുടെ ഇത്ര മാത്രമാണ് ഈ കാണുന്ന വീഡിയോ മൊത്തമായിട്ട് കാണുക. കംപ്ലീറ്റ് കോൺസെപ്റ്റ് നമ്മൾ ഈ കാണുന്ന ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് വേണ്ടി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ആദ്യമായിട്ട് എല്ലാ മക്കളും നിർബന്ധമായിട്ട് ചെയ്യേണ്ടത് ഈ കാണുന്ന വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനെയും ഈ കാണുന്ന വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഈ ചാപ്റ്റർ ഡിഫിക്കൽട്ട് ആയിരിക്കാം. ആദ്യമായിട്ട് കേൾക്കുമ്പോൾ കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ഫീൽ ചെയ്യുന്ന ചാപ്റ്ററാണ് സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. പക്ഷേ ഒറ്റ കാര്യം പറയുന്നു, ഈ കാണുന്ന വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഈസി ആയിട്ട് മാറുകയും ചെയ്യും. ആദ്യമായിട്ട് ഏതൊരു വിദ്യാർത്ഥി നിർബന്ധമായിട്ട് പഠിക്കേണ്ട കോൺസെപ്റ്റാണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യം കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ തന്നെ എന്താണ് ഈ കാണുന്ന വീഡിയോയ്ക്ക് വളരെ വിശദമായിട്ട് നമ്മൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഡിസ്കസ് ചെയ്തായിരിക്കും മുന്നോട്ട് പോകുക. സോ ആദ്യമായിട്ട് ഇവിടെ ഡെഫിനിഷൻ എല്ലാം തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഞാൻ ഈ കാണുന്ന ഡെഫിനിഷൻ പറയുന്ന മുമ്പ് തന്നെ നമ്മൾ കുറച്ച് ഐഡിയാസ് മനസ്സിലാക്കണം. ഈ കാണുന്ന ഐഡിയ വെച്ച് മുന്നോട്ട് പോയാൽ മാത്രമാണ് നിങ്ങൾക്ക് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ബോർഡ് എക്സാമിൻ്റെ പല ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ പറയുന്ന ഐഡിയ ആണ് ആവശ്യം. കേട്ടോളൂ, ഇത് മാത്രമാണ് ഐഡിയ. നമുക്ക് 2 സെറ്റിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് ആണ് ആവശ്യം. അതായത് ഇപ്പോൾ ഞാൻ പറയുന്നു ക്രോസ് പ്രൊഡക്റ്റ് അഥവാ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറയും. ഈ കാണുന്ന ക്രോസ് എന്ന് കേൾക്കുമ്പോൾ എന്താ ഓർമ്മ വരാ? ക്രോസ് ആണല്ലോ. സോ ക്രോസ് പ്രൊഡക്റ്റ് ഇതാണ് സിമ്പിൾ. അപ്പോൾ 2 സെറ്റ് ഉണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്. എനിക്ക് ആവശ്യം എ ക്രോസ് ബി. എന്താ വിളിക്കുക? നമ്മൾ ഇതിന് വിളിക്കുന്നു മക്കളെ എ ക്രോസ് ബി എന്ന് വിളിക്കുന്നു. അപ്പോൾ 2 സെറ്റിൻ്റെ ക്രോസ് ആണ് ആവശ്യം. മനസ്സിലാക്കുക, 2 സെറ്റിൻ്റെ ക്രോസ് ആണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം 2 സ്പേസ്. എത്ര സ്പേസ്? 2 സ്പേസ് വേണം. നമ്മൾ ഇവനെ ഓർഡേർഡ് പെയർ എന്നൊക്കെ വിളിക്കും. ഓക്കെ, 2 സെറ്റ് ഉണ്ട് ആയതിനാൽ എല്ലാവരും മനസ്സിലാക്കുക, നമ്മൾക്ക് 2 സ്പേസ് വേണം. ആൻഡ് ദി തിങ് ഇസ് ദാറ്റ് ഇവിടുത്തെ ഫസ്റ്റ് സെറ്റ് ഏതാണോ അതായിരിക്കും ഇതിലത്തെ ഫസ്റ്റ് സ്പേസ് ഒക്യുപ്പൈ ചെയ്യാം. സോ ഇത് മഞ്ഞ തന്നെ ആയിരിക്കും. സെക്കൻഡ് സ്പേസ് ഏതാണോ ആ കാണുന്ന സ്പേസ് ഒക്യുപ്പൈ ചെയ്യുന്ന ആരായിരിക്കും? അത് സെക്കൻഡ് സെറ്റ് ആയിരിക്കും. സോ ഫസ്റ്റ് സെറ്റ് വിൽ ഓക്യുപ്പൈ ദി ഫസ്റ്റ് സ്പേസ് ആൻഡ് സെക്കൻഡ് സെറ്റ് വിൽ ഓക്യുപ്പൈ ദി സെക്കൻഡ് സ്പേസ്. ഇനി ഒരു ചോദ്യമാണ്, വെറും കോമൺ സെൻസ് വെച്ച് നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റും. ഞാൻ എടുക്കുകയാണ് മക്കളെ 3 സെറ്റിൻ്റെ ക്രോസ്, എ ക്രോസ് ബി ക്രോസ് സി. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായി 3 സെറ്റിൻ്റെ ക്രോസ് ആണ് ആവശ്യം. 2 സെറ്റിൻ്റെ ക്രോസ് ആകുമ്പോൾ 2 സ്പേസ്. അപ്പോൾ 3 സെറ്റിൻ്റെ ക്രോസ് ആകുമ്പോൾ എത്ര സ്പേസ് വേണം? കോമൺ സെൻസ് 3 സ്പേസ് വേണം. ഓക്കെ, ഫസ്റ്റ് സ്പേസ്, ഈ കാണുന്ന ഫസ്റ്റ് സ്പേസ് ഫില്ല് ചെയ്യാൻ വേണ്ടി പോകുന്നത് മറ്റാരുമല്ല ഫസ്റ്റ് സെറ്റ്. സെക്കൻഡ് സ്പേസ് ഫില്ല് ചെയ്യാൻ വേണ്ടി പോകുന്ന ആരാ? സെക്കൻഡ് സെറ്റ്. ആൻഡ് ഫൈനലി തേർഡ് സ്പേസ് വിൽ ബി ഫിൽഡ് ബൈ തേർഡ് സെറ്റ്. ഒന്നാമത്തെ സെറ്റ് ഒന്നാമത്തെ സ്പേസും, രണ്ടാമത്തവൻ രണ്ടാമത്തെ സ്പേസും, മൂന്നാമത്തവൻ മൂന്നാമത്തെ സ്പേസും ഫില്ല് ചെയ്യുമെന്ന് എല്ലാ മക്കളും മനസ്സിലാക്കിയിരിക്കുക. ഇനി 4 ആകുമ്പോൾ ഞാൻ പറയണ്ടല്ലോ, 4 സെറ്റിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് നമുക്ക് 4 സ്പേസ് വേണം. ഓക്കെ, നമ്മളിതിനെ ട്രിപ്ലറ്റ് എന്നൊക്കെയാണ് വിളിക്കുക കേട്ടോ. 3 ആകുമ്പോൾ ട്രിപ്ലറ്റ് വിളിക്കും, 4 ആകുമ്പോൾ നമുക്ക് 4 ടുപ്പിൾസ് എന്ന് വിളിക്കാം. പിന്നെ ബേസിക്കലി പറയുമ്പോൾ n ടുപ്പിൾ എന്നാണ് നമ്മൾ പറയാറ്. ഓക്കെ, n സെറ്റിൻ്റെ ക്രോസ് ആകുമ്പോൾ n ടുപ്പിൾ ആണ് ഉണ്ടാവുക എന്ന് പറയും. അതൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് എന്താണ് സെക്കൻഡും 2ഉം 3യും മാത്രമാണ് ആവശ്യം. ഇനി എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ വരിക, എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് നോക്കാം. സോ എ എന്ന് പറയുന്ന മക്കളെ ഞാൻ എഴുതി 1 2, ബി എന്ന് പറയുന്നത് ഞാൻ എഴുതി 3 4 5. എനിക്കാവശ്യം എ ക്രോസ് ബി. അപ്പോൾ 2 സെറ്റിൻ്റെ ക്രോസ് വിച്ച് മീൻസ് 2 സ്പേസ് വേണം. മനസ്സിലായി? ഫസ്റ്റ് സ്പേസ് ഫില്ല് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് സെറ്റ്. ഞാൻ എന്ത് ചെയ്തു? ഞാൻ 1 കൊടുത്തു, ഈ 1 കൊടുത്തു. സെക്കൻഡ് സ്പേസോ? സെക്കൻഡ് സ്പേസിന് എനിക്കിതാ ഈ കാണുന്ന സെക്കൻഡ് സെറ്റിലെ എലമെൻറ്റ്സ് ആണ് ഫില്ല് ചെയ്യുക. സോ വേണമെങ്കിൽ 3 ആകാം, വേണമെങ്കിൽ 4 ആകാം, വേണമെങ്കിൽ 5 ആകാം. സോ എഴുതാനുള്ള എളുപ്പത്തിന് നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിച്ചാൽ മതി. ഇവിടെ 1 ഉണ്ട്, ഈ കാണുന്ന 1ന് ഞാൻ ഇതിലേക്കുള്ള ഓരോ എലമെൻറ്റ്സിലേക്കും കൊടുക്കണം, ഓരോന്നിലേക്കും വേണം. സോ 1 ഉണ്ട്, ആദ്യം 3 എഴുതി, പിന്നെ അതേ 1 ഉണ്ട്, പിന്നെ എന്താ മക്കളെ ഈ കാണുന്ന 1 നേരെ ഞാൻ 4ലേക്ക് കൊടുത്തു, 1,4 ഉണ്ട്. പിന്നെ 1 ഉണ്ട്, ഞാൻ എന്ത് ചെയ്തു? നേരെ 5ലേക്ക് കൊടുത്തു. സോ 1 3 1 4 1 5 കഴിഞ്ഞു. അങ്ങനെ 1ൻ്റെ പരിപാടി കഴിഞ്ഞു. ഞാൻ പറഞ്ഞു ഫസ്റ്റ് സ്പേസ് ഇസ് ബീങ് ഫിൽഡ് ബൈ ഫസ്റ്റ് സെറ്റ്. ഫസ്റ്റ് സെറ്റ് രണ്ടാമത്തെ ആളാരാ? 2. 2 കൊണ്ട് നമ്മൾ എന്താണ് ഇപ്പോൾ ചെയ്ത പരിപാടി എന്താണോ അത് തന്നെ ചെയ്യുക. 2 എടുത്തു, 2നെ 3ലേക്കും 4ലേക്കും 5ലേക്കും കൊടുത്തു. 2 3 2 4
ആൻഡ് ഫൈൻഡ് 2 5. ഇതാണ് മക്കൾ നമ്മുടെ എ ക്രോസ് ബി. ഈ കാണുന്ന ഓർഡർഡ് പേസ് നമ്മൾ എന്താണ് നേരെ ഒരു സെറ്റിൻ്റെ ഉള്ളിൽ എഴുതി വെച്ചു. ഇറ്റ് ഗീവ്സ് അസ് എ ക്രോസ് ബി. എക്കാലം ഓർക്കുക, ഇതിനകത്തുള്ള ഓരോ കോർഡിനേറ്റ്സും എക്സ് കോർഡിനേറ്റ്സ്, എക്സ് കണ്ടോ, ഈ കാണുന്ന എക്സ് കോർഡിനേറ്റ്സ് വിൽ ബി ഓൾവേസ് ഫ്രം ഫസ്റ്റ് സെറ്റ് അറിയും. ഓക്കെ. ആൻഡ് ദി വൈ കോർഡിനേറ്റ്, സെക്കൻഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് അതെപ്പോഴും എവിടെ നിന്നായിരിക്കും, അതെപ്പോഴും നമുക്ക് സെക്കൻഡ് സെറ്റ് ആയിരിക്കും, അത് ബി ആയിരിക്കും. കണ്ടോ, എപ്പോഴും അങ്ങനെ ഇരിക്കും. ഇതാണ് ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഈ കാണുന്ന ചാപ്റ്ററിൽ നിന്ന് ഉണ്ടാവേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഒരു സിമ്പിൾ ചോദ്യം കേട്ടോ, വളരെ സിമ്പിൾ ചോദ്യം. ഓക്കെ, ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ കോൺസെപ്റ്റ് വെച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ പറ്റുന്ന ഒരു ചോദ്യം. എ ക്രോസ് ബി ഉണ്ട്, എന്താ എ എന്താ ബി, ഇതാണ് ചോദ്യം. എക്സാമിൻ്റെ ചോദ്യമാണ് കേട്ടോ. ഇങ്ങനെ ചോദ്യങ്ങൾ എക്സാമിന് ഉണ്ടാവാറുണ്ട് കേട്ടോ. എയും ബിയും. എന്താ മക്കളെ എ വരാ? എ എന്ന് പറയുന്നത് അറിയാലോ, ഇവിടുത്തെ ഫസ്റ്റ് സെറ്റ് എ, ഫസ്റ്റ് സ്പേസ് എ അല്ലേ, പര പി പി എം എം. അപ്പോൾ പിയും എമ്മുമാണ് വരുന്നത്. അപ്പോൾ പി പി എം എം എന്ന് നമ്മൾ കുറേ എഴുതേണ്ട ആവശ്യമില്ല. കാരണം എന്താ, പി പി എന്നൊക്കെ ഇങ്ങനെ നമുക്ക് 2 വട്ടം ഒരു സെറ്റിനകത്ത് എഴുതേണ്ട ആവശ്യമുണ്ടോ? സെറ്റിനകത്ത് ഒരു എലമെൻറ്റ് ഒരു വട്ടം മാത്രം എഴുതിയാൽ മതി. സോ ഒരു പിയും ഒരു എമ്മും മാത്രം എഴുതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു പി കോമ എം. ആൻഡ് ബിയോ, ബി എന്ന് പറയുമ്പോൾ എല്ലാ മക്കളും മനസ്സിലാക്കണം, സെക്കൻഡ് സെറ്റ്, സെക്കൻഡ് സ്പേസ്. അതാരൊക്കെ ഉണ്ട്? അതിൽ ക്യൂ ഉണ്ട്, അതിൽ ആർ ഉണ്ട്. ക്യൂവും ആറുമാണ് നമുക്കെന്ത് സെക്കൻഡ് സ്പേസിൽ വരുന്നത്. സോ ക്യൂ കോമ ആർ. വളരെ എളുപ്പത്തിൽ എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിച്ചല്ലോ. നമുക്ക് അടുത്തിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ എല്ലാവരും. എ ഉണ്ട്, ബി ഉണ്ട്, എന്താണ് എ ക്രോസ് ബി? വളരെ ഈസി ചെയ്യാൻ, ബോർഡ് എക്സാം പ്രീവിയസ് ഇയർ ആണ്. സോ എ ക്രോസ് ബി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ കടക്കുന്ന എനെ 1നെ ഞാൻ 3ലേക്കും 4ലേക്കും കൊടുത്തു. സോ 1,3 ആൻഡ് 1,4. പിന്നെ 1 കഴിഞ്ഞാൽ 2ലേക്ക് വന്നു, 2 3 2 4. ആൻഡ് ഫൈനലി 1ഉം 2ഉം കഴിഞ്ഞു, 3ലേക്ക് വരുന്നു, 3 3 3 4. ഇതാണ് മക്കളെ എ ക്രോസ് ബി. നെക്സ്റ്റ് വൺ, ഇവിടെ നമുക്ക് എന്താണ് ഒരു എ ക്രോസ് ബി ചെയ്യാനുണ്ട്. ഈ കാണുന്ന എ ക്രോസ് ബി നിങ്ങൾ ചെയ്യില്ലേ? എന്താ വേണ്ടേ? എനെ എക്സിലേക്കും എനെ വൈയിലേക്കും, എ എക്സ് എ വൈ, ബിനെയും അതുപോലെ തന്നെ ബി എക്സ് ബി വൈ, സിനെയും അതുപോലെ തന്നെ സി എക്സ് സി വൈ. ഈ കാണുന്ന എ ക്രോസ് ബി നിങ്ങൾ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ അടുത്തേക്ക് പോകുന്നു. ഇവിടെ നമുക്ക് എന്താണ് എയും ബി കണ്ടുപിടിക്കണം. ഇവിടുത്തെ എയും ബി എന്തായിരിക്കും? ഇതൊരു ബോർഡ് എക്സാം പ്രീവിയസ് ഇയർ ആണ്. ഇവിടുത്തെ എയും ബി എന്ന് പറയുന്നത് വളരെ ഈസിലി പറയാൻ പറ്റും. ഫസ്റ്റ് സെറ്റ് എ, സോ ഫസ്റ്റ് സ്പേസ് നമുക്കതറിയാം, അതെയാണ്. അതുണ്ടാവുന്നത് ആരാ? എ ഉണ്ട്, ബി ഉണ്ട്. എയും ബിയുമാണ് ഫസ്റ്റ് സെറ്റിൽ വരുന്നത്. സോ എ കോമ ബി. ആൻഡ് സെക്കൻഡ് സെറ്റ് ബി ആണെന്നറിയാം. സോ സെക്കൻഡ് സ്പേസ് കംപ്ലീറ്റ് ബി ആയിരിക്കും. അതിനകത്ത് ആരുണ്ട്? എക്സ് ഉണ്ട്, വൈ ഉണ്ട്, വേറെ ആരുമില്ല. സോ എന്ത് പറയാൻ പറ്റി? എക്സ് കോമ വൈ. ഇതാണ് മക്കൾ നമ്മുടെ സെറ്റ് എയും സെറ്റ് ബി എന്നും പറയുന്നത്. കിട്ടിയില്ലേ? കത്തിയില്ലേ? നമ്മൾ ഈ കാണുന്ന പ്രോബ്ലം ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. മുന്നോട്ട് പോകുമ്പോൾ ഇതൊരു നല്ല കോൺസെപ്റ്റിലേക്ക് നീങ്ങണം. ഞാൻ ഇവരെ ചെയ്തിരിക്കും. എന്താ കാര്യം എന്നറിയോ? ഒരു വലിയ കാര്യം പഠിക്കാൻ പോവാം, ഓർത്തോ എടാ. ഇവിടെ ജി ക്രോസ് എച്ച് പറയുന്നുണ്ട്, എച്ച് ക്രോസ് ജി. തിരിച്ചിടാൻ പോവാ. ജി ക്രോസ് എച്ചും എച്ച് ക്രോസ് ജി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നു. സോ ജി ക്രോസ് എച്ച് എന്ന് പറയുമ്പോൾ ആദ്യം ജി സെറ്റ് ആരാ? 7 8. പിന്നെ എച്ച് ആരാ? 5 2 4. 7നെ ഓരോന്നിലേക്കും. സോ 7 5 7 2 7 4. 7 5 7 2 ആൻഡ് 7 4. ഇതാണ് നമുക്കെന്ത് ജി ക്രോസ് എച്ചിലെ ആദ്യത്തെ ആൾക്കാർ കേട്ടോ. അങ്ങനെ 7 കഴിഞ്ഞു 8ലേക്ക് വരുന്നു. 8ഉം ഇപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത് അതുപോലെ തന്നെ എല്ലാവരും ചെയ്യണം. 8 5 8 2 ആൻഡ് 8 4. സോ 8 5 8 2 ആൻഡ് ഫൈനലി വി ഹാവ് 8,4. ഇതാണ് ജി ക്രോസ് എച്ച്. ജി ക്രോസ് എച്ചിന് ശേഷം നമ്മളിത് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നു എച്ച് ക്രോസ് ജി എന്താണെന്ന്. എന്താണ് എച്ച് ക്രോസ് ജി? എച്ച് ക്രോസ് ജി എന്ന് പറയുമ്പോൾ ആശാൻ ഇവിടെ ആദ്യം മനസ്സിലായ എച്ച് ആണ്. രണ്ടാമത് ജി ആണ്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഏത് സെറ്റ് എഴുതണം? എച്ച് എന്ന് പറയുന്ന സെറ്റ് എഴുതി വെക്കുക. അതാരാ? 5 2 4. അത് എഴുതി. എന്ത് മനുഷ്യന്മാരാണല്ലേ. 2 4 5 പറഞ്ഞാൽ മതി. 5 2 4 5 2 4. ആൻഡ് പിന്നെയാണ് ജി വരുന്നത്. ജി ആരാ? 7,8. സോ അങ്ങനെ എച്ചും ജിയും കഴിഞ്ഞു. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ നേരത്തെ തന്നെ എച്ച് ക്രോസ് ജി കണ്ടുപിടിക്കുന്നു. സോ 5നെ
7ലേക്കും 8ലേക്കും കൊടുത്തു. ദാറ്റ് ഈസ് 5 7 and 5 8. 5 കഴിഞ്ഞാൽ 2ലേക്ക് വരുന്നു. 2 7 2 8. അങ്ങനെ 5ഉം 2ഉം കഴിഞ്ഞ് 4ലേക്ക് എത്തി. 4 7 4 8. ഇതാണ് മക്കളെ എച്ച് ക്രോസ് ജി. ഇതെല്ലാം മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ എൻ്റെ ചോദ്യം ഇതല്ല, ചോദ്യം വേറെയാ. സ്റ്റേറ്റ് ട്രൂ ഓർ ഫോൾസ്. ട്രൂ ഓർ ഫോൾസ് കേട്ടോ. ഞാൻ എഴുതുന്നു എച്ച് ക്രോസ് ജി ഈക്വൽ ടു ജി ക്രോസ് എച്ച്. സാധാരണ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ആകുമ്പോൾ 2 into 3യും 3 into 2 ഒക്കെ സെയിം ആണെന്ന് അറിയാം. 2 6. ഇവിടെ അത് സെയിം ആണ്. ഇവിടെ എച്ച് ക്രോസ് ജി ഉണ്ട്, ജി ക്രോസ് എച്ച് ഉണ്ട്. രണ്ട് സെറ്റിൻ്റെയും ക്രോസ് പ്രൊഡക്റ്റ് ഈക്വൽ ആവണമെന്നാണ് എൻ്റെ ചോദ്യം. മക്കളെ ഓർത്തു വയ്ക്കുക, ഓർത്തു വയ്ക്കുക, ഓർത്തു വയ്ക്കുക. വേറൊന്നല്ല, രണ്ട് സെറ്റ് ഈക്വൽ ആകണമെങ്കിൽ നിങ്ങൾക്കറിയാം അതിനകത്തുള്ള എല്ലാ എലമെൻസും ഈക്വൽ ആയിരിക്കണം. സംശയമില്ലല്ലോ. എ ബി സി ബി സി എ ഈക്വൽ. എന്താ കാരണം? രണ്ടിനും ഉള്ള എലമെൻറ്റ്സ് സെയിം ആണ്. അപ്പോൾ എല്ലാ എലമെൻറ്റ്സും സെയിം ആയാൽ മാത്രമാണ് നമുക്ക് എന്ത് പറയാൻ വേണ്ടി സാധിക്കുള്ളൂ, രണ്ട് സെറ്റ് ഈക്വൽ ആണെന്ന്. ഇവിടെ നിന്ന് നോക്കുക, ജി ക്രോസ് എച്ചിൽ 7 5 ഉണ്ട്. നിങ്ങൾ നോക്കണം പോയിട്ട് ഇവിടെ എച്ച് ക്രോസ് ജിയിൽ നിങ്ങൾക്ക് 7 5 കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ടോ? അങ്ങനെ എല്ലാവരും നോക്കുമ്പോൾ നിങ്ങൾക്ക് 7 5 ഉണ്ടോ? 7 5 ഇല്ല. ഇല്ല. അപ്പോൾ ചിലവർ ചോദിക്കും, ആശാനെ 7 5 ആണെന്നില്ലല്ലോ, ഇവിടെ 5 7 ഉണ്ടല്ലോ, അപ്പോൾ അത് രണ്ട് സെയിം അല്ലേ എന്ന് എന്നോട് ചോദിക്കാം. സ്വാഭാവികമാണ്. കാരണം 5 7ഉം 7 5ഉം ഈക്വൽ ആണെന്ന് കരുതുന്ന ഒരുപാട് പേരുണ്ട്. മക്കളെ ഇറ്റ്സ് എ മിസ്റ്റേക്ക്. 5 7ഉം 7 5ഉം ഈക്വൽ അല്ല. എന്തുകൊണ്ടാണ്? രണ്ട് കോർഡിനേറ്റ്സ് ഈക്വൽ ആകണമെങ്കിൽ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് ആൻഡ് അതിൻ്റെ വൈ കോർഡിനേറ്റ് ഈക്വൽ ആയിരിക്കണം. അതായത് ഈ കിടക്കുന്ന 5ഉം 7ഉം ഈക്വൽ ആവണം. അതുപോലെ 7ഉം 5ഉം ഈക്വൽ ആവണം. ഇവന്മാർ ഈക്വൽ അല്ല, ഒരിക്കലും 5ഉം 7ഉം ഈക്വൽ അല്ല. അതുകൊണ്ട് എന്ത് പറയാൻ പറ്റി? 5,7 എന്ന് പറയുന്നതും 7,5 എന്ന് പറയുന്നതും ഈക്വൽ അല്ല. അവർ രണ്ടാൾക്കാരാണ്. ഒരുപാട് പേരുണ്ടാക്കുന്ന മിസ്റ്റേക്കാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതായത് ബഹുഭൂരിഭാഗം പേര് ചിന്തിക്കും ഈ പറയുന്ന 7,5 എന്ന് പറയുന്നതും 5,7 എന്ന് പറയുന്നതും സെയിം ആണെന്ന്. അവർ സെയിം അല്ല, ദേ ആർ ഡിഫറെൻറ്റ്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു കഴിയും. ഇൻ കേസ് ജോമെട്രിക്കലി വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് 5,7 എന്ന് പറയുമ്പോൾ എക്സ് കോർഡിനേറ്റിൽ 5, വൈ കോർഡിനേറ്റ് 7. സോ 5 ഇവിടെ വന്നു, ഞാൻ 7 മാർക്ക് ചെയ്തു. ഇതാണ് മക്കളെ പോയിന്റ് 5,7. ആൻഡ് 7,5 എന്ന് പറയുമ്പോൾ എക്സ് ആക്സിൽ 7 ഇവിടെ വന്നു, വൈ ആക്സിൽ 5 ഇവിടെ വന്നു. ഇതാണ് മക്കളെ 7,5. സോ രണ്ടും ഡിഫറെൻറ്റ് പോയിൻ്റാണ്. ഒരിക്കലും എന്താണ് അവർ സെയിം പോയിൻ്റ് അല്ല എന്ന് എല്ലാ മക്കളും മനസ്സിലാക്കണം. 5,7ഉം 7,5ഉം രണ്ടും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, കീപ്പ് ഇൻ മൈൻഡ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ 5 7 ഉണ്ട്, ഇവിടെ 7 5 ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് എന്താണ് 7 5 കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അതായത് രണ്ട് സെറ്റും ഈക്വൽ അല്ല എന്ന് പറയാൻ വേണ്ടി സാധിച്ചു ഫസ്റ്റ് എലമെൻറ്റ് നോക്കുമ്പോൾ തന്നെ. അതായത് എച്ച് ക്രോസ് ജിയും ജി ക്രോസ് എച്ചും ഈക്വൽ അല്ല. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. ഓക്കെ, എച്ച് ക്രോസ് ജി നോട്ട് ഈക്വൽ ടു ജി ക്രോസ് എച്ച്. നോട്ട് ചെയ്യാം, ഹൈലി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ഞാൻ മുന്നോട്ട് പോകുന്നു. അടുത്ത കാര്യം, രണ്ട് സെറ്റ് ഉണ്ട്, എയും ബിയും. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബിയിൽ എത്ര എലമെൻ്റ് ഉണ്ടെന്ന് ചോദ്യമുണ്ട്. നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇവിടെ എച്ചിൽ 3 പേര്, ജിയിൽ 2 പേര്. എച്ച് ക്രോസ് ജിയിൽ എത്ര പേരുണ്ട്? 1 2 3 4 5 6 പേര്. അതെങ്ങനെയായിട്ടെന്നറിയോ? എച്ചിൽ 3 പേര്, ജിയിൽ 2 പേര്, 3 × 2 6 പേര്. കഴിഞ്ഞു. അതായത് നമ്പർ ഓഫ് എലമെന്റ് ഓഫ് എ ക്രോസ് ബി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് മക്കളെ നമ്പർ ഓഫ് എലമെന്റ് ഓഫ് എ ഇൻറ്റു നമ്പർ ഓഫ് എലമെന്റ് ഓഫ് ബി. എയിൽ എത്ര പേരുണ്ട് ഇൻറ്റു ബിയിൽ എത്ര പേരുണ്ട്. ഇതാണ് മക്കളെ നമ്പർ ഓഫ് എലമെന്റ് ഓഫ് എ ക്രോസ് ബി എന്ന് പറയുന്നത്. കിട്ടിയോ? ചോദ്യം ഇതാണ്. എനിക്ക് എയിൽ 1 2 ഉണ്ട്, ബിയിൽ 3 4 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നു എ ക്രോസ് ബിയിൽ എത്ര പേരുണ്ട്? ഇതാണ് ചോദ്യം. ഞാൻ റൈറ്റ് എ ക്രോസ് ബി അവിടെ നിൽക്കട്ടെ. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ക്രോസ് ബി, എൻ ഓഫ് എ ക്രോസ് ബി. സോ നമ്പർ ഓഫ് എലമെന്റ് ഓഫ് എ ക്രോസ് ബി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സെയിം ആസ് നമ്പർ ഓഫ് എലമെന്റ് ഓഫ് എ ഇൻറ്റു നമ്പർ ഓഫ് എലമെന്റ് ഓഫ് ബി. എയിൽ എത്ര പേരുണ്ട്? 2 പേരുണ്ട്. ബിയിൽ എത്ര പേരുണ്ട്? ബിയിൽ 2 പേരുണ്ട്. സോ ദി ആൻസർ ഇസ് 4. സോ നമ്പർ ഓഫ് എലമെന്റ് ഓഫ് എ ക്രോസ് ബി ഈക്വൽ ടു 4 എന്ന് കിട്ടി. മക്കളെ എ ക്രോസ് ബി ഒരു സെറ്റാണെന്ന് നിങ്ങൾക്കറിയാം. സംശയമില്ല, ഒരു സെറ്റാണെന്ന് എ ക്രോസ് ബി. നെക്സ്റ്റ് വൺ, ഹൗ മെനി സബ്സെറ്റ് വിൽ ബി ദർ ഫോർ എ ക്രോസ് ബി? എ ക്രോസ് ബിക്ക് എത്ര സബ്സെറ്റ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും? മക്കളെ നമ്പർ ഓഫ് സബ്സെറ്റ്
സെറ്റ്സ് എന്ന ചാപ്റ്ററിൽ ഞാൻ തന്നെ പഠിപ്പിച്ച ഫോർമുല നമ്പർ ഓഫ് സബ്സെറ്റ് ഈക്വൽ ടു 2n. n എന്ന് പറയുന്നത് നമ്മുടെ സെറ്റിലെ നമ്പർ ഓഫ് എലമെന്റ്സ്. ഇവിടുത്തെ എ ക്രോസ് ബിയിൽ എത്ര പേരുണ്ട്? എ ക്രോസ് ബി ആണല്ലോ സെറ്റ്. എ ക്രോസ് ബിയുടെ സബ്സെറ്റ് കാണാൻ പറഞ്ഞാൽ ഇവിടുത്തെ സെറ്റ് ആരാ? സെറ്റ് എന്ന് പറയുന്നത് എ ക്രോസ് ബി ആണ്. സോ എ ക്രോസ് ബിക്ക് എത്ര സബ്സെറ്റ് ഉണ്ടെന്നാണ് ചോദ്യം വരുന്നത്. അതായത് എ ക്രോസ് ബിയിൽ എത്ര പേരുണ്ടെന്ന് നോക്കണം. 4 പേരുണ്ടെന്ന് അറിയാം. സോ ദി ആൻസർ ഇസ് നത്തിങ് ബട്ട് 2⁴ 16. സോ അതിമനോഹരമായ 2 ചോദ്യങ്ങൾ. ഈ കാണുന്ന ചോദ്യം എല്ലാവരും നോട്ട് ചെയ്യണം. കാരണം എക്സാമിന് ഇന്നേ വരെ ചോദിച്ചിട്ടില്ല. ഇപ്പോൾ നിലവിൽ എക്സാം ഡിഫിക്കൽട്ട് ആവുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എക്സാമിന് ചോദിക്കാമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ മുന്നോട്ട് പോകുന്നു നെക്സ്റ്റ് കാര്യത്തിലേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, 2 ഓർഡർ പേസ് ഈക്വൽ ആകുമ്പോൾ അതിനെന്താണ്? കറസ്പോണ്ടിങ്ങിൽ ഫസ്റ്റ് എലമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കും ആൻഡ് കറസ്പോണ്ടിങ്ങിൽ സെക്കൻഡ് എലമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കും. ഇതാണ് ചോദ്യം വരിക. എക്സാമിൻ്റെ നിരന്തരമായ ചോദ്യം, സ്ഥിരം സാന്നിധ്യമാണ് ഇത്തരത്തിലുള്ള ചോദ്യം. എന്ത് പറയാൻ പറ്റും? എക്സ് കോർഡിനേറ്റ്സ് ഈക്വൽ ഫസ്റ്റ് എലമെൻറ്റ് ഈക്വൽ ആൻഡ് വൈ കോർഡിനേറ്റ്സ് സെക്കൻഡ് എലമെൻറ്റ് ഈക്വൽ ആയിരിക്കും. അതായത് x+1 എന്ന് പറയുന്നത് മനസ്സിലായി, അത് 3 ആയിരിക്കും. സോ x+1 3 ആണെങ്കിൽ x എന്താ? ഈ പറയുന്ന +1 അപ്പുറം പോയി എന്തായി? അത് -1 ആയിട്ട് മാറി. 3 - 1 ഇറ്റ് ഈസ് സെയിം ആസ് 2. അടുത്ത് y-4 എന്ന് പറയുന്നത് 7 ആയിരിക്കും. സോ y എന്താ? y എന്ന് പറയുന്ന മക്കളെ ഈ പറയുന്ന -4 എന്ന് അപ്പുറം പോയി എന്തായി? അത് +4 ആയിട്ട് മാറി. 7 + 4 ഇറ്റ് ഈസ് സെയിം ആസ് 7. സോറി 11. അയ്യേ മണ്ടൻ. 7 + 4 ഇസ് സെയിം ആസ് 11. y = 7. അപ്പോൾ എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് തന്നെ ഈ കാണുന്ന ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാ മക്കൾക്കും ക്ലാസ് എല്ലാം തന്നെ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അടുത്തൊരു കാര്യത്തിലേക്ക് പോകുന്നു. എ ക്രോസ് എക്കുള്ള ലക്ഷ്യമുണ്ട്. എൻ്റെ ലക്ഷ്യം വേറെയാണ് കേട്ടോ. പക്ഷെ നമുക്ക് എന്താണ് എ ക്രോസ് ആദ്യം ചെയ്യാം. എ ക്രോസ് എന്താണ്? 2 വട്ടം നമ്മൾ എന്താണ് എനെ ക്രോസ് ചെയ്യണം. എ എന്ന് പറയുന്നത് 3 4 ആണ്. ഞാൻ എഴുതി 3 4. ആവശ്യം എ ക്രോസ് ചെയ്യും. നോ ഡൗട്ട് എന്ത് ചെയ്യുക? 3നെ ഓരോന്നിലും കൊടുക്കുക. 3 3 3 4. അടുത്ത 3 കഴിഞ്ഞാൽ 4ലേക്ക് വന്നു. 4 3 4 4. കിട്ടി. എൻ്റെ ചോദ്യം ഇതല്ല ശരിക്കും പറഞ്ഞാൽ. എൻ്റെ ഇത് വേറെയാ. എന്താണെന്നറിയോ? ദെൻ ഫൈൻഡ് എ ക്രോസ് എ. ആദ്യമായിട്ട് 3 പേരുടെ ക്രോസ് പ്രോഡക്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നു. വളരെ ഈസിയാ. 3 പേരെ കാണാൻ പറഞ്ഞാലും നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? 2 പേരെ കാണാം. 2 പേരെ. അത് ഇവിടെ ഉണ്ട് ഓൾറെഡി. എന്ത് ചെയ്യേണ്ടതെന്നറിയോ? ഇവിടെ ഓരോ ഓർഡേർഡ് പെയർസ് ഉണ്ട്. ഓർഡേർഡ് പെയർ അറിയാലോ? 2. സോ 2 പേരിങ്ങനെ ഇതുണ്ട് കേട്ടോ. ഉണ്ട്. ഇതിനകത്ത് ഓരോന്നിൻ്റെയും എൻഡിലേക്ക് നമ്മൾ സെറ്റിലെ എയിലെ എലമെൻറ്റിനെ വെച്ച് കൊടുക്കാം. അതായത് ഇവിടെ 3 3 ഉണ്ട്. ഇതിൻ്റെ എൻഡിലേക്ക് എന്ത് ചെയ്യുക? 3നെ വെച്ച് കൊടുക്കുക. ഇതിൻ്റെ എൻഡിലേക്ക് എന്താ? 4നെ വെച്ച് കൊടുക്കുക. ഇതാണ് ആവശ്യം. അങ്ങനെ ഒരാൾക്ക് മാത്രമല്ല, എല്ലാത്തിനും വേണം. ഞാൻ ആദ്യം തീരുമാനിക്കുന്നു എല്ലാ എലമെൻസിൻ്റെയും എൻഡിലേക്ക് നോക്കിയേ. എൻഡിലേക്ക് മൂന്നാമതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ 3 സെറ്റിനെ ക്രോസ് ആകുമ്പോൾ 3 സ്പേസ് വേണം. തേർഡ് സ്പേസ് ഉണ്ട്. തേർഡ് സ്പേസിലേക്ക് എന്താ? കംപ്ലീറ്റ് എല്ലാവരും 3നെ വെച്ച് കൊടുക്കാം. കംപ്ലീറ്റ് 3 എല്ലാത്തിൻ്റെ എൻഡിലേക്ക് 3. അതായത് ഇവിടെ 3 3 ഉണ്ട്. ഒരു 3 എൻഡിൽ വന്നു. 3 3 ഉണ്ട്. ഒരു 3 എൻഡിൽ വന്നു. ഇവിടെ 3 4 ഉണ്ട്. ഒരു 3യും കൂടി എഴുതാം. 3 4 3. ഇവിടെ എന്തുണ്ട്? 4 3 ഉണ്ട്. എൻഡിൽ 3 എഴുതുക. 4 3 3. ഇവിടെ 4 4 ഉണ്ട്. എൻഡിൽ 3 എഴുതുക. 4 4 3. അങ്ങനെ ഈ പറയുന്ന 3നെ നമ്മൾ എല്ലാത്തിൻ്റെയും എൻഡിലേക്ക് വെച്ച് കൊടുത്തു. 3നെ മാത്രം പോരാ. നമ്മുടെ സെറ്റിനകത്ത് 3 അല്ല, 3 മാത്രമല്ല, ആരുണ്ട് കൂടെ 4ഉം കൂടി ഉണ്ട്. എന്ത് ചെയ്യുക? 4നെയും കൂടിയും ഇതേപോലെ എൻഡിലേക്ക് നേരെ എഴുതുക. സോ 3 3 4. പിന്നെ 3 4 4. ഇവിടെ 4 3 ആണ്. എൻഡിൽ ഒരു 4 വന്നു. സോ 4 3 4. ആൻഡ് ഫൈനലി വി ഹാവ് 4 4 4. ഇതാണ് മക്കളെ എ ക്രോസ്. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തന്നെ എ ക്രോസ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചു എന്ന് എനിക്കുറപ്പാണ്. നമ്മൾ നേരെ പോകുന്ന മക്കളെ അടുത്തൊരു കാര്യത്തിലേക്ക്. നല്ല മനോഹരമായ ചോദ്യമാണ്. 2023 എക്സാമിന് ഓർമ്മ ശരിയാണെങ്കിൽ ചോദിച്ചത് ഈ ചോദ്യമായിരുന്നു. നോക്കാം. ദി കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓഫ് എ ക്രോസ് എ ഹാസ് 9 എലമെൻറ്റ്സ്. 9 പേരുണ്ട് എ ക്രോസിൻ്റെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് കേട്ടോ.
among which two elements are minus a0, 0a. Write A. Also find A cross A. A cross നിങ്ങൾക്ക് വിട്ടുവരും, ഞാൻ വിട്ടുവരും നിങ്ങൾക്ക്. പക്ഷേ A എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് പറയുന്നു A cross Aയിൽ 9 പേരുണ്ട്. സോ നമ്പർ ഓഫ് എലമെൻറ്റ് ഓഫ് A cross A ഈക്വൽ ടു 9. മക്കളെ ഇത് A cross B ആണെങ്കിൽ നമ്പർ ഓഫ് എലമെൻറ്റ് ഓഫ് A cross B നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്പർ ഓഫ് എലമെൻറ്റ് ഓഫ് A ഇൻറ്റു നമ്പർ ഓഫ് എലമെൻറ്റ് ഓഫ് B. സോ നമ്പർ ഓഫ് എലമെൻറ്റ് ഓഫ് A cross എന്താണ്? നമ്പർ ഓഫ് എലമെൻറ്റ് ഓഫ് A ആദ്യത്തെ സെറ്റ് ഇൻറ്റു നമ്പർ ഓഫ് എലമെൻറ്റ് ഓഫ് സെക്കൻഡ് സെറ്റ് A തന്നെ ഈക്വൽസ് 9. n ഓഫ് A ഇൻറ്റു n ഓഫ് A ഈക്വൽ ടു 9 ആവണം. അതായത് n ഓഫ് A ഹോൾ സ്ക്വയർ, 2 ഇൻറ്റു 2 2 സ്ക്വയർ, 4 ഇൻറ്റു 4 4 സ്ക്വയർ, 7 ഇൻറ്റു 7 7 സ്ക്വയർ. അപ്പോൾ n ഓഫ് A ഇൻറ്റു n ഓഫ് A എന്താ? n ഓഫ് A ഹോൾ സ്ക്വയർ ഈക്വൽസ് 9. നിങ്ങൾ പറയൂ ഏത് നമ്പറിൻ്റെ സ്ക്വയറാണ് 9? നിങ്ങൾക്കറിയാം 3യുടെയും -3യുടെയുമാണ് ഉത്തരം വരും. അതായത് n ഓഫ് A എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് 3 ആകും. പക്ഷേ നമുക്ക് നമ്പർ എടുക്കാം. ഇപ്പോൾ ക്ലാസ്സിൽ എത്ര പേരുണ്ട്? 4 പേരുണ്ട്, 10 പേരുണ്ട്, 20 പേരുണ്ട്. എപ്പോഴും പോസിറ്റീവാണ്. നമ്പറിങ് ചെയ്യാന്ന് പറഞ്ഞാൽ അതെക്കാളും പോസിറ്റീവാണ്. ഒരിക്കലും എന്താണ് നെഗറ്റീവ് ആവാൻ സാധിക്കില്ല. ക്ലാസ്സിൽ -5 പേരുണ്ട്, പറയൂല. സെറ്റിൽ -5 പേരുണ്ട്, പറയില്ല. സെറ്റിൽ 5 പേരുണ്ട്, സെറ്റിൽ 4 പേരുണ്ട്, അങ്ങനെ പറയാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ പ്ലസ് ഓർ -3 ഉണ്ട്. ഈ കാണുന്ന -3നെ ഒഴിവാക്കി +3 മാത്രം മതി. കാരണം എന്താ? നമ്പർ ഓഫ് എലമെൻറ്റ് ഇൻ എ എന്ന് പറയുന്ന സെറ്റിലെ നമ്പർ ഓഫ് എലമെൻ്റ് ആണ് ആവശ്യം. അപ്പോൾ നമ്പർ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, എണ്ണം എന്ന് പറയുമ്പോൾ എക്കാലവും നമുക്ക് എന്താണ്? അത് പോസിറ്റീവ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ n ഓഫ് A മനസ്സിലായി, അത് 3 ആണ്. സോ എയിലുള്ള എലമെൻറ്റ്സിൻ്റെ എണ്ണം 3 ആണെന്ന് മനസ്സിലായി. അവിടെ നിൽക്കട്ടെ, എനിക്ക് A എഴുതണം. നമുക്കറിയാം A ക്രോസ് A ആണ് ഈ കിടക്കുന്നത് 2 പേരും. അപ്പോൾ ഫസ്റ്റ് സെറ്റ് A, ഫസ്റ്റ് സ്പേസ് A. അപ്പോൾ A ആരൊക്കെ ഉണ്ട്? Aയിൽ മനസ്സിലായി, ഒന്ന് -A ഉണ്ട്, മറ്റൊന്ന് 0 ഉണ്ട്. അടുത്ത് സെക്കൻഡ് സെറ്റ് A തന്നെ. അപ്പോൾ സെക്കൻഡ് സ്പേസോ അതും A തന്നെ. അതായത് നിൽക്കുന്നത് 0 ഉണ്ട്, A ഉണ്ട്. സോ എഴുതി 0A. ഓ 0 ഒറ്റോടെ എഴുതിയാൽ പോരെ? ഞാൻ മാച്ചു, A മാത്രം എഴുതി. സോ -A 0A എന്ന് കിട്ടി. സോ ദി ആൻസർ ഇസ് നത്തിങ് ബട്ട് A എന്ന് പറയുന്നത് -A 0A. എല്ലാവർക്കും അത് ഗംഭീരമായിട്ട് മനസ്സിലായി വിശ്വസിക്കുന്നു. ഇതാ Aയിൽ 3 പേരുണ്ട്, ഇതാ മനസ്സിലായി 3 പേര് ഇവരാണെന്ത്? ആ കാണുന്ന 3 പേർ. നമ്മൾ നേരത്തെ തന്നെ ഇതാ അടുത്ത ഒരു കോൺസെപ്റ്റിലേക്ക് പോകുന്നു, ഈ ചാപ്റ്ററിൻ്റെ ക്രക്സിലേക്ക് പോകുന്നു. എല്ലാ മക്കളും നിർബന്ധമായിട്ടും മനസ്സിലാക്കേണ്ട, നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒരു ക്രക്സ് ആണെന്ത്? റിലേഷൻസ്. റിലേഷൻ എന്ന് കേൾക്കുമ്പോൾ എനിക്കറിയാം നിങ്ങളുടെ മനസ്സിലേക്ക് പോകുന്ന പല കാര്യങ്ങളുണ്ടാകും അല്ലേ? ഇന്നോ ഇന്നലെ കേട്ടുകൊടുക്കുന്ന വാക്ക്, നിങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ ചെറിയ ക്ലാസ്സിൽ തന്നെ കേൾക്കുന്ന വാക്കാണ് റിലേഷൻ, ബന്ധം അല്ലേ? റിലേഷൻ്റെ പക്ക മലയാളം വാക്കാണ് മനസ്സിലാക്കേണ്ടത്, ബന്ധം. എന്താ റിലേഷൻ്റെ മീനിങ്? ബന്ധം. എന്ത് ബന്ധം? മനുഷ്യന്മാരാകുമ്പോൾ നിങ്ങൾക്കറിയാം പല പല ബന്ധങ്ങളുണ്ടാകും. അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേട്ടനുണ്ട്, ചേച്ചിയുണ്ട്, അനിയനുണ്ട്, അനിയത്തിയുണ്ട്, ചിറ്റപ്പൻ, അങ്ങനെ പല പല ബന്ധങ്ങളുണ്ട്. ഫ്രണ്ട്സ് പിന്നെ പറയാൻ പറ്റാത്ത കുറച്ച് ബന്ധങ്ങളും ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ബന്ധമല്ലാതെ നമുക്ക് നമ്പേഴ്സിൽ നമുക്ക് എന്താണ്? നമ്പേഴ്സ് വരുമ്പോൾ ബന്ധം മാറുന്നു. ഈക്വൽ ടു ആകാം, ലെസ് ദാൻ ആകാം, ഗ്രേറ്റർ ദാൻ ആകാം, LCM ആകാം, HCF ആകാം. അങ്ങനെ മറ്റ് ബന്ധത്തിൽ നമുക്ക് നമ്മളെ റിലേഷൻ വരുമ്പോൾ വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെയും മാറ്റമൊന്നുമില്ല, ബന്ധം തന്നെയാണ്, പക്ഷേ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ അങ്ങനെയാണ് വരുന്നത്. ഒരു കാര്യമാണ് എല്ലാവരും സൂചിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത്, ഓൾവേസ് റിലേഷൻ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് A ക്രോസ് B ആണ്. ഓൾവേസ്, ഓൾവേസ്, ഓൾവേസ് മീൻസ് ഓൾവേസ്, എക്കാലം, എക്കാലം. ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് ആരംഭിക്കുന്നു. സ്വന്തമായിട്ടും ഒരു എക്സാമ്പിൾ എഴുതാം. അതായത് ഞാൻ എടുക്കുന്നു മക്കളെ, A എന്ന് പറയുന്ന സെറ്റ് 1 2. ഞാൻ നേരത്തെ എഴുതിയ എക്സാമ്പിൾ എഴുതാം കേട്ടോ. ഫസ്റ്റ് എക്സാമ്പിൾ എഴുതാം, അത് ബെറ്റർ, സമയം ലാഭിക്കാം നമുക്ക്. യെസ്, ഇവിടെ ഉണ്ട്, ഞാൻ കോപ്പി ചെയ്തു. സോ എല്ലാവർക്കും ക്ലാസ്സൊക്കെ ഇഷ്ടമാവുന്നുണ്ടല്ലോ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. കമൻ്റൊക്കെ അടിക്കണട്ടാ, കമൻ്റ് അടിക്കാൻ ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, അറിയാലോ നിങ്ങൾക്ക്. ഇതാണ് A എന്ന് പറയുന്നത്. നമുക്ക് A ക്രോസ് B കണ്ടു. ഞാൻ ഈ കാണുന്ന A ക്രോസ് B എന്ന് പറയുന്ന ഒരു സെറ്റിൻ്റെ അകത്ത് ഞാനൊരു ബന്ധം ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പോവാം. അതായത് Aയും Bയും തമ്മിൽ ഒരു ബന്ധം ഞാൻ പറയാൻ പോവാം. റിലേഷൻ ഫ്രം A to B. മക്കളെ, നമ്മൾ A ക്രോസ് Bയിൽ പറയുമ്പോൾ എക്കാലം ഓർത്തിരിക്കുക, Aയിൽ നിന്ന് Bയിലേക്കാണ് നമ്മൾക്ക് ബന്ധമുണ്ടാവുക.
അപ്പോൾ സി ക്രോസ് ജി എന്ന് പറഞ്ഞാലോ, സി ക്രോസ് ജി എന്ന് പറഞ്ഞാൽ റിലേഷൻ വിൽ ബി ഫ്രം സി ടു ഡി. അപ്പോൾ നോക്കിയാൽ സി എഴുതി, ഈ കാണുന്ന സിമ്പിൾ 2 എന്നാണ് മീനിങ്, TO2, സിയിൽ നിന്ന് ഡിയിലേക്ക്, ഇതാണ് മീനിങ്. സോ ആർ റിലേഷൻ ആർ ഫ്രം, 2 കുത്ത് കണ്ടാൽ മനസ്സിലാക്കുക, അതാണ് മക്കളെ ഫ്രം. ഫ്രം എന്നും പറയും, സച്ച് ദാറ്റ് നമ്മൾ അങ്ങനെ ഉപയോഗിക്കട്ടോ. സോ ആർ ഫ്രം സി ടു ഡി. സോ സി ക്രോസ് ഡി എന്ന് പറഞ്ഞു, അതായത് സിയിൽ നിന്ന് ഡിയിലേക്കാണ്, സി ടു ഡി. ഇവിടെ എന്തായിരുന്നു, ഇവിടെ എ ക്രോസ് ബി ആയിരുന്നു. സോ ആർ ഫ്രം എ ടു ബി. കിട്ടിയതോ? സച്ച് ദാറ്റ് ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ, ഞാൻ പറയാണ് എക്സ് കോമ വൈ, സച്ച് ദാറ്റ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5. അതായത് ഇവിടെ നമ്മൾക്ക് വെടുപ്പിന് എ ക്രോസ് ബി ഉണ്ട്, എ ടു ബി ആകുമ്പോൾ എ ക്രോസ് ബി എഴുതണം. ഇനി നമ്മുടെ റിലേഷൻ നോക്കിയേ, സം ഞാൻ പറയാണ് എക്സ് ടു വൈ ആണെന്ന് വരിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് കാണണം, നിങ്ങൾ കണ്ടുപിടിക്കണം എക്സ് ക്രോസ് വൈ കേട്ടോ. എക്സ് ടു വൈ ആകുമ്പോൾ നിങ്ങൾ കാണണം എക്സ് ക്രോസ് വൈ. ഇവിടെ എ ടു ബി ആണ്. സോ നമ്മൾ കണ്ടുപിടിക്കണം എന്ത്, എ ക്രോസ് ബി. കണ്ടുപിടിച്ചിട്ടുണ്ട് ഓൾറെഡി, തിരിച്ചു മറിച്ചും പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ എ ക്രോസ് ബിയിൽ നിങ്ങൾക്ക് ഓരോ എലമെൻറ്റ്സ് ഉണ്ട്. ഈ കാണുന്ന എലമെൻറ്റ്സ് നമുക്ക് ബന്ധത്തിൽ വരുന്നതിൻ്റെ ഒരു കാരണം ഇവിടെ എന്താ, ഇവിടെ പ്രത്യേകം എന്താണ്, ഓർഡേർഡ് പെയർസ്. ഞാൻ ഈ കാണുന്ന എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും തമ്മിൽ ആഡ് ചെയ്യുമ്പോഴേക്ക് എന്താണ്, 5 ആണ്. അപ്പോൾ നിങ്ങൾ ഇവിടെയുള്ള എക്സും വൈയും ആഡ് ചെയ്യുമ്പോൾ 5 കിട്ടുന്ന ആൾക്കാരെ മാത്രം എടുക്കാം. 1,3. എക്സും വൈ ആഡ് ചെയ്ത് എക്സ് 1 ആണ്, വൈ 3 ആണ്, 1 + 3 4 ആണ്. പറ്റൂല, 5 അല്ല. 1,4 എക്സ് 1 ആണ്, വൈ 4 ആണ്, 1 + 4. ആശാൻ 1 + 4 എന്ന് പറയുന്നത് 5 ആണെന്ന് മനസ്സിലായി. അതായത് ഈ കാണുന്ന റിലേഷനിലെ നമുക്ക് പറയാൻ പറ്റി ഒരു എലമെൻറ്റ് 1,4 ആണ്. എന്തുകൊണ്ടാണ്, അവൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ആഡ് ചെയ്തപ്പോൾ എനിക്ക് 5 കിട്ടി, അത്രേ ഉള്ളൂ. 1,5 കിട്ടൂല, 1 + 5 6 ആണ്. 2,3 കിട്ടില്ല, കിട്ടും. എന്താ 2 + 3 5 ആണെന്നറിയാം. സോ 2,3 ഉണ്ട്. അപ്പോൾ ചോദ്യം കൂടെ എടുത്ത്, എവിടെ മനുഷ്യ തനിക്ക് ഈ കാണുന്ന 5 എങ്ങനെ കിട്ടി? ഞാൻ എക്സാമ്പിൾ എഴുതാം, ഞാൻ എഴുതിയ എക്സാമ്പിളാണ്. അങ്ങനെ ചോദിച്ചാൽ എന്താണ്, 5 ആകാം, 6 ആകാം, 7 ആകാം, 10 ആകാം, എന്ത് വേണം കേട്ടോ. ക്വസ്റ്റ്യൻ അങ്ങനെ മേക്ക് ചെയ്യുന്നു കേട്ടോ. 2 4 2 + 4 6 പറ്റില്ല. 2 5 2 + 5 7 അതും പറ്റില്ല. സോ ഇതാണ് മക്കളെ നമ്മുടെ റിലേഷൻ ആർ എന്ന് പറയുന്നത്. കിട്ടിയല്ലോ? ഈ കാണുന്ന റിലേഷൻ ആർ എഴുതി, ഇതിലത്തെ എക്സ് കോർഡിനേറ്റ്സിൻ്റെ കളക്ഷൻ, എക്സ് കോർഡിനേറ്റ്സ് മാത്രം നോക്കുക. അവനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൊമെയിൻ. എന്താ വിളിക്കുക? സോ ഡൊമെയിൻ എന്ന് പറയുന്നത് നമ്മുടെ റിലേഷനിൽ ഉള്ള എലമെൻസിൻ്റെ എക്സ് കോർഡിനേറ്റ്സിൻ്റെ കളക്ഷൻ. അപ്പോൾ എക്സ് മാത്രം നോക്കുക, 1 ഉണ്ട്, 2 ഉണ്ട്, 1,2. ഓക്കെ, റേഞ്ച് എന്ന് പറയുന്നത് മക്കളെ ഇതിൻ്റെ വൈ കോർഡിനേറ്റ്സിൻ്റെ കളക്ഷൻ മാത്രം എടുക്കാം. വൈ കോർഡിനേറ്റ്സ് മാത്രം എടുക്കുക, അതാണ് റേഞ്ച് എന്ന് പറയുന്നത്. സോ റേഞ്ച് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 4 3 അഥവാ 3 4. മൂന്നാമത്തെ വാക്ക് കോഡമി. ഇതാണ് ഇവിടുത്തെ ഏറ്റവും 3 ഇമ്പോർട്ടൻ്റ് വാക്ക് കേട്ടോ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം എക്സാമിന് എന്തായാലും ഉണ്ടാകും. കോഡമി എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. റിലേഷൻ ഫ്രം എ ടു ബി ആണ്, അറിയാലോ. സെക്കൻഡ് സെറ്റ് ബി, അതാണ് എപ്പോഴും കോഡമി, ഒരിക്കലും മാറൂല. സെക്കൻഡ് സെറ്റ് ആരാണോ അതാണ് കോഡമി. ഇവിടെ ബി ആണ് സെക്കൻഡ് സെറ്റ്, സോ ബി ആണ് കോഡമി. പറഞ്ഞേ, ഇങ്ങനെ വന്നാൽ സി ടു ഡി വന്നു കഴിഞ്ഞാൽ ആരാണ് കോഡമൈൻ? കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. കോഡമൈൻ ആരാണ്? സെക്കൻഡ് സെറ്റ് ഡി ആണ് കോഡമൈൻ. എക്സ് വൈ വന്നു കഴിഞ്ഞാൽ ആരാണ് കോഡമൈൻ? സെക്കൻഡ് സെറ്റ് വൈ, വൈ ആണ് കോഡമൈൻ. കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടത്. ഇത്തരത്തിൽ വേണം എല്ലാ വിദ്യാർത്ഥികളും ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്തിട്ട് ഡൊമൈനും കോഡമൈനും എല്ലാം തന്നെ പറയാൻ വേണ്ടി. ഡൊമൈൻ്റെയും കോഡമൈൻ്റെയും റേഞ്ചിൻ്റെയും എല്ലാം തന്നെ ഡെഫിനേഷൻ ആണത് ഇവിടെ പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, NCERT ക്വസ്റ്റ്യൻ, ബോർഡ് എക്സാമിന് ചോദിക്കുന്ന ചോദ്യം. ഞാൻ ഈ കാണുന്ന ക്വസ്റ്റ്യൻ പറയുന്നതിന് മുമ്പ് തന്നെ 1-2 വാക്കുകൾ പറഞ്ഞുതരാം. എവിടെയും കിട്ടില്ല, ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ മാത്രം പറയുള്ളൂ, വേറെ എവിടെയും പറയില്ല. റിലേഷൻ ഡിഫൈൻഡ് ഓൺ എ. ഞാനിനി റിലേഷൻ RELN എന്ന് എഴുതുള്ളൂ കേട്ടോ. റിലേഷൻ ഡിഫൈൻഡ് ഓൺ എ. എന്താണ് ഇതിൻ്റെ മീൻ? മറ്റൊന്നുമല്ല, ആർ ഫ്രം എ ടു എ. ഓൺ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുക. ഇനി ഓൺ എ എന്ന് പറയുമ്പോൾ എ ടു എന്ന മീനിങ്. ഓൺ ബി എന്ന് പറഞ്ഞാലോ
ബി ടു ബി എന്ന മീൻ. ഓൺ സി എന്ന് പറഞ്ഞാലോ സി ടു സി എന്ന മീൻ കേട്ടോ. എപ്പോഴും അങ്ങനെ മീൻ എപ്പോഴും കാലം. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, റിലേഷൻ ഡിഫൈൻഡ് ഓൺ എ. ഓൺ എ എന്ന് പറഞ്ഞ മനസ്സിലായി, ആർ വിൽ ബി ഫ്രം എ ടു എ. എയിൽ നിന്ന് എയിലേക്കാണ് നമ്മുടെ റിലേഷൻ ഉള്ളത്. അതായത് ഇവിടുത്തെ എ ടു എന്ന് പറയുമ്പോൾ എക്സ് കോർഡിനേറ്റ്സും എനിക്ക് എവിടെ നിന്ന് വേണം, എയിൽ നിന്ന് വേണം. ആൻഡ് വൈ കോർഡിനേറ്റ്സും എവിടെ നിന്ന് വേണം, അതും എയിൽ നിന്ന് തന്നെ വേണം. എക്സ് എയിൽ നിന്ന് എടുത്തു, വൈ വേറെല്ലാം അത് പറ്റില്ല. ഇവിടെ എ ടു എ ആണ്, സോ എക്സും എയിൽ നിന്നാണ്. അതുപോലെ വൈയും എന്താ, വൈയും നിങ്ങൾ മനസ്സിലാക്കണം, അതും എയിൽ തന്നെയാകണം. ഇവിടെ എന്താ പറയുന്നത്, 3x - y = 0. ഇവിടെ ബന്ധം മുമ്പ് x + y 5 ആണെങ്കിൽ ഇവിടെ മാറി 3x - y = 0. മക്കളെ 3x - y = 0 എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ കാണുന്ന -y അപ്പുറം വന്നു +y ആയി മാറി 3x = y. അഥവാ ഞാൻ എഴുതി y = 3x. സെയിം അല്ലേ, ഒരു മാറ്റമില്ലല്ലോ, കിട്ടിയോ? y = 3x. സോ y = 3x എന്ന് പറയുമ്പോൾ നമ്മൾ ഇനിയാണ് കളി വരുന്നത്. ഞാൻ എക്സിന് ഓരോ വാല്യൂസ് കൊടുക്കാം. ഞാൻ ആദ്യം എക്സിന് 1 കൊടുത്തു. അപ്പോൾ ചോദിക്കും, തനിക്ക് അവിടെ നിന്ന് കിട്ടിയ x 1 ആണെന്ന്. നമുക്കെല്ലാവർക്കും അറിയാം എക്സ് എന്ന് പറയുന്ന നോക്കിയേ, ഇവിടെ ഉണ്ട് എക്സ് ബിലോങ്സ് ടു എ. എക്സ് ഇത് x, y കേട്ടോ, x, y. എക്സ് എന്ന് പറയുന്നത് എ എലമെന്റ്, അഥവാ ഇതിലത്തെ എക്സ് കോർഡിനേറ്റ് ഞാൻ പറഞ്ഞിരുന്നു, അത് എ എലമെന്റ് ആവണം. എ ആരാ, A 1 2 3 etc 14 ആണെന്ന് അറിയാം. 1 മുതൽ 14 വരെ. ഞാൻ ആദ്യം എന്ത് ചെയ്തു, എക്സിന് 1 കൊടുത്തു. എക്സ് 1 ആയി. എക്സ് 1 ആകുമ്പോൾ y എന്താ നിങ്ങൾക്കറിയാം, x1 3 × x1 3 × 1 3. സോ y 3 ആയിട്ട് മാറി. ഓക്കെ, ഓർഡർഡ് പെയർ x, y ആണുള്ളത്. എക്സ് എന്ന് പറയുന്നത് 1 ആണ്, y എന്ന് പറയുന്നത് 3 ആണ്. സോ 1, 3. x1 y3 1, 3. അച്ഛാ കിട്ടിയ? അങ്ങനെ എക്സിന് നമ്മൾ ഓരോന്നും കൊടുക്കുക. x 2 കൊടുത്തു, × 2 3 × 2 6 y = 6. അഥവാ 2, 6 x, y x2 y6. ഒരു കാര്യം പറയട്ടെ, ഒറ്റ പറയട്ടെ, നിങ്ങൾ മനസ്സിലാക്കാട്ടാ, ഇത് ചുമ്മാ ഗുണന. ഏതിൻ്റെ? 3ൻ്റെ ഗുണനം. 2 ഉണ്ട്, 2നെ 3 കൊണ്ട് ഗുണിച്ചു 6 കിട്ടി. 1 ഉണ്ട്, 1നെ 3 കൊണ്ട് ഗുണിച്ചു 3 കിട്ടി. ഇനി ഞാൻ എക്സിന് 3 കൊടുത്തു കഴിഞ്ഞാൽ 3നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 9 കിട്ടും. 9 കിട്ടും. അതല്ലേ എക്സ് 3 ആയി. 3 × 3 9, അതായത് 3, 9. എക്സ് 4 ആയി. ഞാൻ കൂടുതൽ എഴുതുന്നില്ല, വളരെ എളുപ്പത്തിൽ കിട്ടും. 3 × 4 12, 4, 12. അങ്ങനെ എക്സ് 5 ആയി. അടിപൊളി, വളരെ ഉഷാറായിട്ട് പോകണ്ടങ്ങട്. വൈ എന്തായി, വൈ എന്ന് പറയുന്നത് 3 × 5 15 കിട്ടി. 5, 15. 6 കൊടുക്കും, 6, 18. 7 കൊടുക്കും, 7, 22. അങ്ങനെ നമ്മൾ എന്താ 14 വരെ എഴുതും കഷ്ടപ്പെട്ട്. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യും, നിങ്ങൾ കഷ്ടപ്പാടിന് ഒട്ടും വില കൊടുക്കൂല. ഞാൻ വാക്കിക്ക് പോകുന്ന പറയുന്നില്ല, അതായതറിയോ, അബദ്ധ. അത്രയ്ക്കും എഴുതേണ്ട ആവശ്യമില്ല. എന്താ കാര്യം, വൈ എല്ലാവരും എഴുതിപ്പോവും. ഞാനും പണ്ട് എഴുതിയിരുന്നു, സ്വാഭാവികമാണ്. നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ട്. എന്താ, എക്സും വൈയും എയിലെ എലമെന്റ് ആവണം, A to A. സോ വൈ ഷുഡ് ബി ഓൾവേസ് ഫ്രം എ. ഇവിടെ 15 വന്നു. നിങ്ങൾ പറയും മക്കളെ വൈ 15 ആണ്. 15 എന്ന് പറയുന്നത് എയിലെ എലമെന്റ് ആണോ? അല്ല. അപ്പൊ ഇവനുണ്ടാകോ? ഇവനെ നമ്മൾ എഴുതേണ്ട പോലും കാര്യം, വെട്ടിക്കളയാ. എന്താ, അവൻ ഉണ്ടാവില്ല. തെറ്റാ. പിന്നെ 6ഉം 18 18 18 ആയാലുണ്ടാ? 7ഇല്ല, അപ്പം അത് എഴുതണ്ട. അപ്പോൾ 7 എഴുതുന്നു, അത് എഴുതണ്ട. അപ്പോൾ ഇനിയുള്ള ഒരാളെയും എഴുതണ്ട. ഇത്ര ആൾക്കാരെ മാത്രമാണ് നമ്മൾ എഴുതേണ്ടത്. അതായത് റിലേഷൻ R എന്ന് പറയുന്നത് മക്കളെ മനസ്സിലാക്കുക. R = ഓർഡേർഡ് പെയർ 1 3 2 6 3 9 ആൻഡ് ഫൈനലി 4 12. ചോദ്യം, ഡൊമെയിൻ. വളരെ ഈസി. എക്സ് കോർഡിനേറ്റ്സ് മാത്രം എഴുതി വയ്ക്കുക. 1 2 3 4 ഡൊമെയിൻ കിട്ടി. കോഡൊമെയിൻ റേഞ്ച് എഴുതാം. എനിക്ക് ലാസ്റ്റ് കോഡൊമെയിൻ എഴുതാം. റേഞ്ച് വൈ കോർഡിനേറ്റ്സ് മാത്രം എഴുതി വയ്ക്കുക, അതാണ് കോഡൊമെയിൻ. സോ 3 6 9 12 ആൻഡ് ഫൈനലി കോഡൊമെയിൻ. കോഡൊമെയിൻ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കാം,
റിലേഷൻ ഇറ്റ് ഇസ് ഫ്രം എ ടു എയിൽ നിന്ന് എയിലേക്കാണ്. സെക്കൻഡ് സെറ്റ് ഏതാ? സെക്കൻഡ് സെറ്റ് എ ആണെന്നറിയാം, അതായത് കോഡൊമൈൻ എ തന്നെ. ഇതാണ് മക്കളെ ചോദ്യം. എക്സാമിന് നിരന്തരമായിട്ട് 3 മാർക്സ് 3 മാർക്ക് കേട്ടോ ചോദ്യമാണ്. ഓക്കെ, ഞാൻ നേരെ മുന്നോട്ട് പോകുന്നു. നമുക്ക് സെറ്റ്സിനകത്ത് വെൻ ഡയഗ്രമായിരുന്നു റെപ്രസെൻറ്റേഷൻ എങ്കിൽ റിലേഷനിൽ ഏരോ ഡയഗ്രാം എന്ന് പറയും. എന്താ പറയുക? ഏരോ ഡയഗ്രാം. അതായത് ഇവിടെ റിലേഷൻ നമുക്കറിയാം എ ടു എ ആയിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ക്വസ്റ്റൻ ഉണ്ടോ? എ ടു എ ചുരുതാക്കി വയ്ക്കാം. എ ഏതാരൊക്കെ ഉണ്ടായിരുന്നു? 1 മുതൽ 14 വരെ. അപ്പം എല്ലാം എഴുതാം. 1 2 3 14 ഇവിടെ കേട്ടോ. എഴുതിയോ? എന്താ പറയുന്നത്? 1,3. 1,3 എന്ന് പറയുമ്പോൾ നമുക്കതിനെ വിളിക്കാൻ പറ്റും, നിങ്ങൾ പഠിക്കണം, 1,3 അത് റിലേഷനിലെ എലമെൻ്റ് ആണ്. ഇത് റിലേഷനിലുണ്ട്. അങ്ങനെയാണെങ്കിൽ പറയാം 1 റിലേറ്റഡ് ടു 3. ഇങ്ങനെ എഴുതാം. 1ഉം 3യും ബന്ധമുണ്ട്. തിരിച്ചെഴുതാൻ പറ്റില്ല. എങ്ങനെ? 3 റിലേറ്റഡ് ടു 1 പറ്റില്ല. തെറ്റാ. 1,3 എന്ന് പറഞ്ഞാൽ 1 റിലേറ്റഡ് ടു 3. അങ്ങനെയാണെങ്കിൽ പറയൂ 2,6 ഉണ്ട്. എന്ത് പറയും? 2 റിലേറ്റഡ് ടു 6 എന്ന് പറയും. കിട്ടിയല്ലോ. ഇനി അടുത്ത വാക്യമാണെന്ത്? 1,3 എന്ന് പറഞ്ഞാൽ 1 മാപ്സ് ടു 3. 1 മാപ്പ് ചെയ്ത് നിങ്ങളുടെ 3യിലേക്കാണ്. അല്ലെങ്കിൽ പറയാം 1ൻ്റെ ഇമേജ് ആണ് 3. ഇമേജ്. സോ മാപ്സ് പറയാം, ഇമേജ് പറയാം, റിലേറ്റഡ് പറയാം. കണ്ടോ, ഒരുപാട് വാക്കുകൾ വരുന്നു. 3,9 3 മാപ്സ് ടു 9 പറയാം. ഓക്കെയാണ്. 4,12 4ൻ്റെ ഇമേജ് ആണ് 12. ഓക്കെ. 2,6 2 മാപ്സ് ടു 6. 2 റിലേറ്റഡ് ടു 6. ഇതൊക്കെ തന്നെ പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 1,3 ഉണ്ട്. സോ 1ൻ്റെ മാപ്പിംഗ് 3യിലേക്ക് പോകുന്നു. 1ൻ്റെ ഇമേജ് ആണ് 3. 1ന് നിങ്ങൾ നേരെ 3യിലേക്ക് മാപ്പ് ചെയ്യാം. അടുത്ത 2,6 അല്ലേ? 2ൻ്റെ മാപ്പിംഗ് 3യിലേക്ക് പോകുന്നു. 2 മാപ്സ് ടു 6. 6ലേക്ക് പോകുന്നു. 2 മാപ്സ് ടു 6. 2ൻ്റെ ഇമേജ് ആണ് 6. ഇമേജ് ഓഫ് 2 is 6. ഓക്കെ. 3 9ലേക്ക് പോകുന്നു. 4 4 12ലേക്ക് പോകുന്നു. 5 5ന് പോകാൻ ആരുമില്ല. 6നും ഇല്ല, 7നും ആരുമില്ല. കഴിഞ്ഞിട്ടുള്ളൂ. ഇതാണ് മക്കളെ നമ്മൾ പറയുന്ന ആരോ ഡയഗ്രാം. സോ ഇവിടെ 2 എന്താ പറയുക, ഇങ്ങനെ നിൽക്കുന്ന ഈ കാണുന്ന സ്ട്രക്ചർ വരയ്ക്കാം. ഇനി സെറ്റ് ഇവിടെയുണ്ട്. ഇവൻ എ തന്നെയാണ്, ഇതും എ ആണ്. എ ടു എ. ഇതാണ് സംഭവം കേട്ടോ. ഇതാണ് പഠിക്കേണ്ടത്, അറിഞ്ഞിരിക്കേണ്ടത്. ഇതാണ് ചോദ്യം. ഡെപിക്ട് ദിസ് റിലേഷൻ യൂസിങ് ആൻ ആരോ ഡയഗ്രാം. ആരോ ഡയഗ്രാം വെച്ച് ഈ കാണുന്ന റിലേഷൻ കാണിക്കാനാണ് പറയുന്നത്. y = x + 1. ഇതാണ് സംഭവം. ആൻഡ് ദി റിലേഷൻ ഈസ് ഫ്രം എ ടു എ. എയിൽ നിന്ന് എയിലേക്കാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2 വട്ടം വരയ്ക്കാം. ആസ് യൂഷ്വൽ കോഴിമുട്ട പോലെ വരച്ചു വെച്ചു. എന്താ? എയിൽ 1 2 3 4 5 6 എഴുതി. 1 2 3 4 5 6. 1 2 3 4 5 6. എന്താ പറയുന്നത്? y = x + 1. അതായത് എക്സിന് നിങ്ങൾ ഓരോന്ന് കൊടുക്കാം. ഞാൻ ആദ്യം നോക്കിയാൽ x, y കേട്ടോ. ആദ്യം എക്സിന് 1 കൊടുത്തു. x 1 ആയിട്ടോ. x 1 ആകുമ്പോൾ y ആരാ? y എന്ന് പറയുന്നത് 1 + 1, അതായത് 2 എന്ന് കിട്ടി. 1,2. സോ x 1 ആകുമ്പോൾ y എന്താ? y2 1,2 എന്ന് കിട്ടി. x2 ആയി, x3 അങ്ങനെ ഓരോന്നും കൊടുക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്കറിയാം. x2 ആകുമ്പോൾ 2,3 എഴുതട്ടോ. 3 ആകുമ്പോൾ 3,4 4,5 5,6. ഓക്കെ. എക്സ് ഞാനിതാ 1 കൊടുത്തു. 1,2 കിട്ടി. 2 കൊടുക്കുമ്പോൾ 2 + 1 3 എന്ന് കിട്ടി. 2,3 കിട്ടി. 3 കൊടുക്കുമ്പോൾ 3 + 1 4 എന്ന് 3,4 എന്ന് കിട്ടി. 4 കൊടുക്കുമ്പോൾ 4 + 1 4,5 എന്ന് കിട്ടി. 5 കൊടുക്കുമ്പോൾ 5 + 1 5,6 എന്ന് കിട്ടി. 6 കൊടുക്കുമ്പോൾ 6 + 1 6,7 എന്ന് കിട്ടി. x6 y7. മക്കളെ ഇത് പോസിബിൾ അല്ല. എന്താ കാരണം? 7 എന്ന് പറയുന്നത് എയിലെ എലമെൻ്റ് അല്ല. 7 എയിലില്ല. ആയതിനാൽ ഇത് പോസിബിൾ അല്ല. ഞാൻ മാറ്റും. ബാക്കിയുള്ള മാത്രമേ പറ്റുള്ളൂ. സോ 1 2ലേക്ക് പോകുന്നു. 1 മാപ്സ് ടു 2.
2 3ലേക്ക് 2,3 2 മാപ്സ് ടു 3 3,4 ആകുമ്പോൾ 3 മാപ്സ് ടു 4 4,5 ആൻഡ് 5,6. ഇനി ഡൊമൈനും റേഞ്ചും എല്ലാം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കത് ഇങ്ങനെ എഴുതിയിട്ട് ഇവിടെ എഴുതാൻ പഠിച്ചു കഴിഞ്ഞു. പക്ഷേ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ എന്താണ് ഡൊമൈൻ എന്താണ് റേഞ്ച് നോക്കാം. ഇത് തന്നെ ഇതും കേട്ടോ. ഏത് എലമെൻറ്റിനാണോ മാപ്പിംഗ് ഉള്ളത് ഡൊമൈൻ. ഇവിടെ നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് നമ്മൾ ആരോ വരയ്ക്കുന്നത് അതാണ് ഡൊമൈൻ. സോ ഡൊമൈൻ എന്ന് പറയുന്നത് ആരോ വരയ്ക്കുന്നവൻ. ഡൊമൈൻ മനസ്സിലായി? 1 2 3 4 5. റേഞ്ച് അമ്പെയ്യുന്നവൻ ഡൊമൈൻ. അമ്പേൽക്കുന്നവൻ റേഞ്ച്. അമ്പേറ്റില്ലേ അവനാണ് റേഞ്ച്. ഇവിടെ ഇപ്പോൾ പലവരും പല അമ്പുകളൊക്കെ ചെയ്യുന്നുണ്ടാവും. ഞാൻ എൻ്റെ ഹൃദയങ്ങൾ ബാണത്തിലേറ്റി നിങ്ങൾക്ക് വിട്ടുതരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പലവരും ഇപ്പോൾ അമ്പും. ഇതാ അമ്പല്ലാട്ടാ. അതാണല്ലോ മറ്റേ ലൗച്ചിൻ്റെയൊക്കെ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യും, പൊതുവെ എല്ലാവരും ഇങ്ങനെ ഒരു അമ്പൊക്കെ ഇട്ട് വയ്ക്കും. എന്താ, എൻ്റെ ഹൃദയം ഞാൻ നിനക്ക് അമ്പിലേറ്റി തരുന്നു. കണ്ട അമ്പൊക്കെ ഉണ്ടാവും അങ്ങനെ. വെറുതെ എനിക്ക് വരയ്ക്കാറില്ല കേട്ടോ, സോറി ഫോർ ദാറ്റ്. ഞാൻ വരയ്ക്ക് കുറച്ച് മോശമാണ്. ശരിക്കും നല്ല ഭംഗിയിലൊക്കെ വരയ്ക്കാൻ നിങ്ങൾക്കറിയാമായിരിക്കും, എനിക്കെപ്പോഴും അറിയില്ല. ടു യങ് യാർ. സോ അമ്പ് ഏൽക്കുന്നത് റേഞ്ച് ആരൊക്കെയാ? 2 3 4 5 6. ഓക്കെ, സെക്കൻഡ് സെറ്റ് കംപ്ലീറ്റ് കോഡൊമൈൻ. സോ ഇവിടെ സെക്കൻഡ് സെറ്റ് എന്താണ്? എ തന്നെയാണ്. ഓക്കെ, ഇതാണ് മക്കളെ ഈ ചാപ്റ്റർ വരുന്നത്. ആൻഡ് ഫൈനലി വി ഹാവ് നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി. നമ്പർ ഓഫ് റിലേഷൻ്റെ ഫോർമുല 2 raised to എയിൽ നിന്ന് ബിയിലേക്ക് ആകുമ്പോൾ നമ്പർ ഓഫ് എലമെൻറ്റ് ഓഫ് എ ഇൻറ്റു നമ്പർ ഓഫ് എലമെൻറ്റ് ഓഫ് ബി. എയിൽ എത്ര പേരുണ്ട് ഇൻറ്റു ബിയിൽ എത്ര പേരുണ്ട്. സോ 2 raised to എയിൽ എത്ര പേരുണ്ട്? എയിൽ 2 പേരുണ്ട്. ഇൻറ്റു ബിയിൽ എത്ര പേരുണ്ട്? ബിയിൽ 2 പേരുണ്ട്. വിച്ച് മീൻസ് 2 raised to 4. ദി ആൻസർ 16. സോ ഇത്ര മാത്രമാണ് നമുക്കിത് റിലേഷൻസിൽ പഠിക്കാൻ വേണ്ടിയുള്ളത്. ബാക്കി ഇനി ഫങ്ഷൻസ് ആണ്. ഈ കാണുന്ന ഫോർമുല എല്ലാവരും പഠിക്കാനായിട്ട് ഇമ്പോർട്ടൻ്റ് ആണോ? ഇത് ബോർഡ് എക്സാം ക്വസ്റ്റൻ ആണോ ഇങ്ങനത്തെ ക്വസ്റ്റൻസ്. ഓക്കെ, സോ നമ്പർ ഓഫ് റിലേഷൻ ഫ്രം എ ടു ബി എന്ന് പറയുന്നത് 2 raised to നമ്പർ ഓഫ് എലമെൻറ്റ് ഓഫ് എ ഇൻറ്റു നമ്പർ ഓഫ് എലമെൻറ്റ് ഓഫ് ബി. ഫോർമുല ഓർത്ത് വയ്ക്കാൻ മറക്കരുത്. സോ റിലേഷൻസ് എല്ലാവരും ഈ കാണുന്ന വീഡിയോ കണ്ട് പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ബാക്കി ഇനി എക്സ്ട്രാ ക്വസ്റ്റൻസുമായിട്ട് ഞാൻ ലൈവിൽ വരുന്നതായിരിക്കും. സോ എല്ലാവരും ബാക്കിയുള്ള എക്സ്ട്രാ ക്വസ്റ്റൻ മാത്രമാണ് ഇനി ചെയ്ത് പഠിക്കേണ്ട ആവശ്യമുള്ളൂ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഫങ്ഷൻസിൻ്റെ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വേറൊരു ദിവസം നിങ്ങളിലേക്ക് വരുമെന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്ത് നോക്കല്ലേ. സോ സൈനിങ് ഓഫ് അഫ്നാസ് എ കെ ഫ്രം Xylem Learning. ബൈ. താങ്ക് യു ഓൾ. താങ്ക് യു.